തിരുവനന്തപുരം നെടുമങ്ങാട്ടെ മുൻ കോൺഗ്രസ് നേതാവ് ആനാടി ശശി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബാങ്കിനും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ കുടുംബം രംഗത്ത്. ക്യാൻസറാണ് ശശിയുടെ മരണകാരണമെന്ന് ചിലർ പ്രചരിപ്പിക്കുകയാണെന്ന് ഭാര്യ ഡോക്ടർ ലത ആരോപിച്ചു. ഇത് ശരിയല്ലെന്നും കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള മുണ്ടേല സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടാത്തതിൻ്റെ വിഷമത്തിലാണ് ശശി ജീവനൊടുക്കിയതെന്നുമാണ് പരാതി. സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കാനാണ് കുടുംബത്തിൻ്റെ ആലോചന. ഒരമ്മയും മോളും ഒരു ഭാര്യയും മകളും ഉണ്ടെന്നുള്ളത് ഒരു നിമിഷം ചിന്തിക്കണ്ടേ? ആരായിരുന്നാലും ചോദിച്ച് മറുപടി പറഞ്ഞു വയ്യ. ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഇതോ ലോകത്താർക്കും വരാത്തതോ അല്ല. അങ്ങനെ ഒരു രോഗം ഉണ്ടെങ്കിൽ അതിന് ചികിത്സയില്ലേ? കഴിഞ്ഞ മാസമാണ് ആനാട് ശശിയെ അമ്പലമുക്കിലെ വാടക വീടിന് സമീപം ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ കെട്ടാതെ കബളിപ്പിക്കപ്പെട്ടതിൽ മനംനൊന്തായിരുന്നു ആത്മഹത്യ. എന്നാൽ ആനാട് ശശി ക്യാൻസർ രോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്നും അതിന്റെ വിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്നും ചിലർ പ്രചരിപ്പിക്കുന്നുവെന്നാണ് കുടുംബത്തിന്റെ പരാതി. കോൺഗ്രസ് നേതാവും ആനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മനോരമ പ്രാദേശിക ലേഖകനുമായിരുന്നു ആനാട് ശശി. ഇങ്ങനെയുള്ളയൊരാളെ സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കുന്ന പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിയെടുക്കണം. തന്നെയും മകളെയും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തരുത്. നേതാക്കളുടെ പേര് എടുത്തു പറയുന്നില്ല. ബാങ്കിൽ നിന്ന് പണം കിട്ടാത്തതിനാലാണ് മനോവിഷമം മൂലം ആത്മഹത്യ ചെയ്തത്. ശശിക്ക് ക്യാൻസർ വന്നിട്ടില്ലെന്നും തങ്ങൾക്ക് കിട്ടാനുള്ള 1,67,00,000 രൂപ കിട്ടാനുള്ള നടപടിയെടുക്കണമെന്നും ഭാര്യ ലത ആവശ്യപ്പെട്ടു. ഈ പൈസ എന്ന് പറയുന്നത് അത്രയ്ക്ക് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ഒരു ജീവിതത്തിന്റെ ഞങ്ങളുടെ ലളിതമായ ജീവിതവും ഞങ്ങളുടെ ആ രീതിയും കൊണ്ട് ഞങ്ങൾ സമ്പാദിച്ചതാണ്. ഞാനും എൻ്റെ ഭർത്താവും. ആ പൈസ തിരികെ കിട്ടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ അവിടെ ഒരു രാഷ്ട്രീയവും ആരും വയ്ക്കണ്ട. എല്ലാവരും കൂടെ കൂടിച്ചേർന്നാണെങ്കിൽ അത് തിരിച്ചു കിട്ടാനുള്ള എന്തെങ്കിലും നടപടികൾ എടുക്കാൻ പറ്റുമെങ്കിൽ ആ ഒരിതും കൂടെ എനിക്ക് ചെയ്തു തരണം എൻ്റെ മോൾക്ക് വേണ്ടി. 50 വർഷത്തെ സമ്പാദ്യമാണ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചിരുന്നത്. അത് പൂർണ്ണമായും പോയി എന്നറിയുന്നത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. നെഞ്ചുപൊട്ടിയാണ് തന്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്തത്. എന്നിട്ടും അദ്ദേഹത്തെ വിടാതെ പിന്തുടരുകയാണെന്നും ഇനിയെങ്കിലും കുപ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഭാര്യ ലത ആവശ്യപ്പെട്ടു. കവടിയാർ കനകനഗറിലെ റീസർവേ ഓഫീസിന്റെ ഷെഡിലാണ് ഓഗസ്റ്റ് 4-ന് ശശിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ സംഘം ക്രമക്കേടിനെ തുടർന്ന് തകർന്നിരുന്നു. ഇതിനു പിന്നാലെ സംഘത്തിന്റെ പ്രസിഡന്റും ജീവനൊടുക്കിയിരുന്നു. ന്യൂസ് 18 നെടുമങ്ങാട്.